ചില ആൾക്കാർ നമ്മുടെ ഈ പുരാണത്തിലൊക്കെ ഈ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ പോലെ നദിയ സിനിമയിൽ നിന്നൊരു കുടുംബവാസത്തിന് പോക്ക് പോയി. അതൊരു പോക്കായിരുന്നു, ഒരു കോൺഷ്യസ് ഡെസിഷനായിരുന്നു. അതെയോ ശിരീഷുമായി ചേർന്നിട്ട് എടുത്ത തീരുമാനമാണോ ഒരു ബ്രേക്ക് വേണം ഫാമിലിക്ക് വേണ്ടിയിട്ട്? ഇല്ല, സോൺലി മൈ ഡിസിഷൻ. ഐ മിസ്ഡ് മൈ ഫാമിലി അ ലോട്ട്. കാരണം ആരുമില്ല, ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും എഴുതുമായിരുന്നു. സോ കുറേ എഴുത്ത് കരച്ചിലും, വീട്ടിൽ നിന്ന് എഴുത്ത് വന്നാലും കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ ശിരീഷിന് തോന്നി അത് ഹോംസിക്ക്, വല്ലാതെ ഹോംസിക്കായി. പക്ഷെ അന്നേരം ഞാൻ ഇവിടുന്ന് പോകുമ്പം എനിക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഏതായാലും ഇനി വണ്ടി ഓടിക്കാൻ തുടങ്ങാം. സോ ഞാൻ അങ്ങനെ പിന്നെ ഇച്ചിരി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയി. വണ്ടി ഓടിച്ച് പോകും, എന്നിട്ട് പിന്നെ വല്ലതും ഗ്രോസറി സൂപ്പർ മാർക്കറ്റിൽ പോകും, നമുക്ക് വീട്ടിലുള്ള എല്ലാ സംഗതികൾ നോക്കാനായിട്ട്. പിന്നെ ശിരീഷിന് തോന്നി ദാറ്റ് ഐ ഹാവ് ടു മേക്ക് മൈ ടൈം ലിറ്റിൽ ബിറ്റ് മോർ യൂസ്ഫുൾ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനൊരു അസോസിയേറ്റ് ഡിഗ്രീന് വേണ്ടിയിട്ട് ഞാൻ 2 കൊല്ലം മീഡിയ മാനേജ്മെൻറ്റ് ചെയ്ത്. സോ ഐ ഡിഡ് ബാച്ചുലേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആർട്സ് എന്ന് പറയും, വിച്ച് ഇസ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. ദാറ്റ് കെപ്റ്റ് മീ വെരി ബിസി. ഞാൻ ഇത്രയും സിൻസിയറായിട്ട് എൻ്റെ ഹോംവർക്കും പഠിത്തം എല്ലാം ചെയ്തത് ആ 2 കൊല്ലം ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നപ്പോഴാണ്. അപ്പോൾ ഇവിടെ പഠിക്കാതിരുന്ന മുഴുവൻ പോയി പഠിച്ചു. അതെ, ഇവിടെ കളിച്ച് കിടന്നിരുന്നു കുറേ കാലം. അതെ, അവിടെ പോയി കൃത്യമായിട്ട് ആരുമില്ലല്ലോ. അതെ, പാം ശരി. അപ്പം ഒരു 2 വർഷത്തെ പഠനം, ഡ്രൈവിംഗ്, കത്തെഴുത്ത്, അങ്ങനെ ഈ 3 ജോലി കൊണ്ട് ഈ ഹോം സിക്നസ്സിൽ നിന്ന് രക്ഷപ്പെട്ടു. ചെറിയ കാര്യമല്ലത്. ഇല്ല. അതിനുശേഷം അമേരിക്കൻ ജീവിതം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു, പറിച്ചടപ്പെടുന്നു. പിന്നീടാണ് സിനിമയിലേക്ക് വീണ്ടും ഒരു എൻട്രി. ആ ഒരു എൻട്രി നല്ലൊരു എൻട്രി ആയിരുന്നു. സ്വഭാവത്തിന് പറ്റിയിട്ടുള്ള വേഷം കിട്ടി അവിടെ. ഗുണ്ട ജോഷി സാർ വിളിക്കുന്ന പോലെ. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരാനൊരു തീരുമാനം വന്നത്? ഇത് ആക്ച്വലി ഞങ്ങളൊരു സമ്മർ ഹോളിഡേയ്സിന് ഡിസംബർ സമയത്തായിരുന്നു. മക്കൾക്ക് അവധി ഉള്ളപ്പോൾ ഞാൻ ഇന്ത്യയിൽ വന്നിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഞാൻ ഷോപ്പിങ്ങിന് എവിടെ ഇറങ്ങിയപ്പം എനിക്കൊരു ഫോൺ കോൾ, ഇങ്ങനെ രാജ, ഡയറക്ടർ ഓഫ് ദ ഫിലിം, കോൾ മീ, സെഡ് നദിയ, ദിസ് ഇസ് രാജ. എനിക്കൊന്നും അവരെ പരിചയമില്ലായിരുന്നു. ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, വി വുഡ് ലൈക്ക് യു ടു പ്ലേ ദ ക്യാരക്ടർ. അപ്പം ഓൾ ഓഫ് എ സഡൻ ഞാൻ അത് ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമ്പം ഞാൻ പറഞ്ഞു, കൻ ഐ ഗോ ഹോം ആൻഡ് ദെൻ കോൾ യു ബാക്ക് ബിക്കോസ് ഐ എം ഔട്ട് സൈഡ്. അപ്പോൾ പിന്നെ ഞാൻ രാജയെ വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മൂവിയുടെ ഓഫർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പടങ്ങൾ വരുമായിരുന്നു, പക്ഷേ നത്തിങ് വെരി എക്സൈറ്റിംഗ് അങ്ങനെ. പിന്നെ ഞാൻ അതിനൊരു പടം വന്നാൽ ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തു. അതെ, ഇതിന് മുമ്പ് വന്നപ്പോഴും ഐ വാസ് ലൈക്ക് എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും. കാരണം ഞങ്ങൾ അന്നേരം ലണ്ടനിലായിരുന്നു. മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം, അവരെ തിരിച്ചു കൊണ്ടുവരണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. വീട്ടിൽ സഹായിക്കാനൊക്കെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കും, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി തരും. അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, സാരില്ല വിട്ടേര് അങ്ങനെ. പക്ഷേ ഈ പടം വന്നപ്പം അവർ പറഞ്ഞു, പ്ലീസ് നമുക്ക് കുറച്ച് സമയം താ, വി വുഡ് ലൈക്ക് ടു കം ആൻഡ് ടോക്ക് ടു യു. അപ്പോൾ അങ്ങനെ അവർ അടുത്ത ദിവസം ബോംബെ എത്തി. ഞാൻ 2 ദിവസം കൊണ്ട് തിരിച്ച് UK പോകാനായിട്ടുള്ള ഞങ്ങളെ പ്ലാനായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് സംസാരിച്ചപ്പം അവർ, ഇതൊരു തെലുങ്ക് പടമായിരുന്നു, തെലുങ്കിൻ്റെ റീമേക്കായിരുന്നു. സോ അവർ എനിക്ക് അതിൻ്റെ പടത്തിൻ്റെ കോപ്പിയും തന്ന് എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം. ആദ്യം ഞങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഗിവ് മീ കപ്പിൾ ഓഫ് ഡേയ്സ്, കാരണം എനിക്കിപ്പം ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പം 2 ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. പടമൊക്കെ കണ്ട് ഓൺലി ഡൗട്ട് വാസ് ദാറ്റ് അതൊരു മെച്ചുവേർഡ് ക്യാരക്ടറായിപ്പോയി. അപ്പം ഇത്രയും വലിയ മോനിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കണോ എന്നൊരു സംശയം. പക്ഷെ പിന്നെ ചിന്തിച്ച് ഞങ്ങൾ നോക്കിയപ്പം എനിക്കിപ്പോൾ കുറച്ച് പ്രായമായി, അത്രയും വലിയ മോനാൻ്റെ പ്രായമായിട്ടില്ല, എന്നാലും ഇറ്റ് വാസ് എ റോൾ ഓഫ് എ വുമൻ, എ സ്ട്രോങ് വുമൻ ഹു ഹാഡ് ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി. നെഗറ്റിവിറ്റി ഇല്ലായിരുന്നു ആ ക്യാരക്ടറിന്. സോ ചെയ്തു നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തോന്നി. അപ്പോൾ ശിരീഷും പറഞ്ഞ്, ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴും ആൾക്കാർ നിന്നെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ് പറഞ്ഞു. സോ അങ്ങനത്തെ ഒരു പറയാനുള്ള കാരണം എന്നോട് മൂപ്പർ ഫോണിൽ പറഞ്ഞു, കുറച്ച് ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി. ഞാനപ്പോൾ പുള്ളിക്കാരൻ ശരിക്കും ആക്ച്വലി നല്ലോണം ഗോൾഫ് കളിക്കും, കുറേ ഗോൾഫ് കളിക്കും. എൻ്റെ അടുത്ത് പറയും, നീയും പഠിക്കും, അപ്പം നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ പറഞ്ഞു വേണോ, അല്ലെ തന്നെ വീട്ടിൽ ഞാൻ ആകും, പിന്നെ അവിടെ ഗോൾഫ് കോഴ്സ് ഗോൾഫ് മാത്രമാണോ ക്രിക്കറ്റ്? ഇതിങ്ങനെ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, നദിയോട് പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് ചോദിക്കാൻ കുറേ ചോദിച്ചോളുക. എന്തായാലും ആ സിനിമയെ മുൻനിർത്തിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു
ഒരു കമൻറ്റ് വരേണ്ട സമയമായിരിക്കും. ലെറ്റ് us see എന്താ പറയാൻ പോകുന്നു നോക്കട്ടെ. மேம் ஹாய், நல்லா இருக்கீங்களா மேம்? வி ஆல் லவ் யூ. அதுதான் உண்மை. இங்கே வந்து தமிழ்நாட்டில் வந்து அவங்களுக்கு வந்து ஒரு பெரிய ரசிகர் மன்றமே இருக்குது. அதில் ஒரு ரசிகன் நானும் கூட. ஸோ அதை சொல்ல ரொம்ப பெருமைப்படுறேன் மேம். எங்கள் ஃபேமிலியிலேயே நிறைய பேர் உங்களுடைய மூவிஸ் பார்த்து அந்த மாதிரி பேட்டர்னில் ட்ரெஸ் போடணும், நதியா மாதிரி ட்ரெஸ் பண்ணணும், நதியா மாதிரி பேங்கிள்ஸ் போடணும், அப்படி இப்படின்லாம் பண்ணியிருக்காங்க. அதெல்லாம் நான் பார்த்துருக்கேன். அப்போ நான் கொஞ்சம் சின்ன பையன். எனக்கு நதியா மேம் கிட்ட ரொம்ப பிடிச்ச விஷயம் அந்த சிம்பிளிசிட்டி தான். எனக்கு 2வது படம் தான் எம் குமரன். அந்த ஸ்கிரிப்ட் பேசிகிட்டு இருக்கும் போதே சொல்லிட்டாங்க, நதியா மேடம் இந்த கேரக்டர் பண்ணால் கண்டிப்பாக படம் ஹிட் ஆகும் அப்படின்னு சொல்லிட்டாங்க. அந்த படத்தினுடைய 99% ஆஃப் த சக்ஸஸ்க்கு காரணம் நதியா மேம் தான். நிச்சயமாக 1% நாங்கள் எல்லோரும் கொஞ்சம் கொஞ்சம் காரணம். ஸோ நீங்கள் நடிக்கிறீங்கன்னு சொன்னோடனே நாங்கள் எல்லாருமே ரொம்ப ஹாப்பியானோம் மேம். தேங்க்ஸ் ஃபார் எவ்ரி திங். ഓ, ആ പടത്തിൻ്റെ സക്സസിന് 99% നദിക്ക് കൽപ്പിച്ചു. അതിനൊരു മനസ്സ് വേണം അങ്ങനെ പറയാനും. അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അതെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഇത് ആ ഒരു പടം കൊണ്ടും നദിയുമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടും വീട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായതും പറഞ്ഞു അദ്ദേഹം. എം കുമരൻ ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് വാസ് അമേസിങ്. അത് ശിരീഷ് നേരത്തെ ചോദിച്ച പോലെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊക്കെ ആയി കഴിഞ്ഞ് നമ്മളൊരു പടം ചെയ്യുമ്പം ഒരു വേറെ ഫീലിംഗാണ്. കാരണം എനിക്ക് ആ സമയത്ത് പടങ്ങൾ ചെയ്യുമ്പം അവർ പറഞ്ഞ 6 മണിക്ക് ഇന്ന് പാക്കപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല നമുക്ക് കുറച്ചും കൂടി ചെയ്യാം. അപ്പം അത്രയും നേരത്തെ തീർത്ത് എനിക്ക് വീട്ടിൽ പോകാമല്ലോ. സോ ദിസ് നോ വി ജസ്റ്റ് ഡു ഇറ്റ് ടിൽ 6 o'clock അങ്ങനെ. ബട്ട് ഇറ്റ് വാസ് എൻ അമേസിങ് ടീം. രവി എനിക്ക് ഞാൻ രവിൻ്റെ കൂടെ ചെയ്യുമ്പം ഐ റിയലി ഫെൽറ്റ് ഹി വാസ് മൈ സൺ ബൈ ദി എൻഡ് ഓഫ് ഇറ്റ്. കാരണം അവരുടെ ഒരു എനർജി ലെവലും, രവി മാത്രമല്ല രാജയും അതുപോലെ, അവരുടെ ഫാദർ എഡിറ്റർ മോഹൻ, ഓൾഡർ ജെന്റിൽമെൻ പക്ഷെ ഫുൾ ഓഫ് എനർജി. ആൻഡ് സോ വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ. ആൻഡ് എങ്ങനെയോ നമ്മുടെ ആ കെമിസ്ട്രി നല്ലോണം അങ്ങ് സെറ്റായി. പിന്നെ പടം ചെയ്യുന്നത്, പിന്നെ മോണ്ടാജ് സോങ് ഓൾസോ എനിക്ക് തോന്നുന്നു ഒരു മദേഴ്സ് ഡേനും പിന്നെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, മദറിൻ്റെ സെലിബ്രേഷൻ ആകുമ്പോൾ എപ്പോഴും ആ പാട്ട് അവർ തമിഴ് ചാനലിൽ കാണിക്കും. ആൻഡ് അത് അവിടെ മാത്രമല്ല, ഐ ഡിഡ്ന്റ് റിയലൈസ് ദാറ്റ് ഇവിടെ കേരളത്തിലും ആ പടം നല്ലോണം ഓടി. അത് ഞാൻ പിന്നെ അറിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒന്നും അറിയില്ല, കേട്ട് അറിയത്തുള്ളൂ. സോ ഇറ്റ് വാസ് എ നൈസ് കം ബാക്ക്. ഒരു മെച്ചുവേർഡ് ക്യാരക്ടർ ആണെങ്കിലും ഞാൻ അതൊരു വേറെ രീതിയിലായിരുന്നു ഞാൻ ആ ക്യാരക്ടർ കണ്ടത്. വീട്ടിൽ ഈ പടം കണ്ടിട്ട് ആൾക്കാർ ശിരീഷൊക്കെ ക്രിട്ടിക്കലായിട്ട് ഇതിനെ പരിശോധിച്ച് നോക്കിയോ? ഇല്ല, ആക്ച്വലി അവർ thoroughly enjoyed. ഇൻഫാക്ട് ഞാൻ ഈ പടം കാണുന്നത് ഞങ്ങൾ ലണ്ടനിലുണ്ടായിരുന്നപ്പം അവിടെ ഒരു സൗത്ത് ഹോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ നമ്മുടെ ചിലപ്പം തമിഴ് പടങ്ങളോ അല്ലെ ഹിന്ദി പടങ്ങളോ ഒക്കെ വരും. അപ്പം അവിടെ എൻ്റെ സെറ്റ് ഓഫ് പഞ്ചാബി ഫ്രണ്ട്സ്, അതും സബ് ടൈറ്റിൽസ് ഇല്ല, ഞങ്ങളെല്ലാവരും പോയി കണ്ട്. പക്ഷെ ദേ thoroughly enjoyed the film. ഭാഷ മനസ്സിലാതെ ബട്ട് ദേ ജസ്റ്റ് ആ പടത്തിൻ്റെ ആ കണ്ടപ്പോഴേ തന്നെ അവർക്ക് മനസ്സിലാക്കാം, രസം പിടിച്ചവർ. അതെ. എന്തായാലും ആ പടം ഒരു ബ്രേക്ക് ആയിരുന്നു. അതെ. മലയാളത്തിലേക്ക് വീണ്ടും നദിയ തിരിച്ചു വന്നു. ഡബിൾസ് അല്ലേ മലയാളത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ്. അതെ. ഇതിന് മുമ്പ് ഒരു പടം വന്നു, പക്ഷേ ഈ പടം വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പടമായിരുന്നു. അല്ല, ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പടം. രണ്ടാം വരവ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സെവൻസ് ചെയ്തായിരുന്നു. സെവൻസിൽ മറ്റേ പോലീസ് ഓഫീസർ. അതെ അല്ലേ? അതെ. അതാണ് ഒരു പക്ഷേ നദിയുടെ ക്യാരക്ടറുമായിട്ട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നത്. അല്ല, എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന അറിയാം. കുറച്ച് സ്ട്രിക്റ്റാണ്, ഞാനൊരു ഡിസിപ്ലിനേറിയനാണ്. സോ